നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. നിങ്ങളുടെ ജീവൻ ഞാൻ എടുക്കാം. ഈ കണ്ണുകളിലെ പേടി അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടുത്തെ ഭഗവാനുണ്ടല്ലോ, അപാരശക്തിയാ. നിങ്ങളുടെ ജീവൻ അവസാനിപ്പിച്ചു തരണമെന്ന് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭക്തയുടെ ആഗ്രഹം സാധിച്ചു തരാൻ ഭഗവാൻ എന്നെ അയച്ചു. കമ്മീഷണറെ, ഇത് ദൈവസന്നിധിയാ. ഞാൻ മനഃശാന്തിക്ക് വേണ്ടി വന്നതാ. നിങ്ങളെ അമ്പല സന്നിധിയിൽ തന്നെ എനിക്ക് കിട്ടണമായിരുന്നു. എന്റെ വാക്കുകൾ ഈ ദൈവവും കേൾക്കണം. എന്റെ വേദന ദൈവം അറിയണം. ദൈവം എന്നെയാണ് മഹേശ്വരി അനുഗ്രഹിച്ചിരിക്കുന്നത്. ഭഗവാനെ, ഈ ഭക്തന്റെ അഭിലാഷം സാധിച്ചു തന്നതിന് ശതകോടി നമസ്കാരം. ദുഷ്ടശക്തിയെ സംഹരിക്കാൻ ചില സംഹാരമൂർത്തികളെ നീ അയക്കുമല്ലോ. അങ്ങനെ ഈ മഹേശ്വരി രാക്ഷസിയെ കൊല്ലാൻ നീ അയച്ച അവതാര പുരുഷനാണ് ഞാൻ. അണ്ടവാ. അയ്യോ, എന്താ ഇത്? അച്ഛൻ പ്രിയ സ്നേഹസ്ഥാനത്തെ തന്നെ നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അവളിലൊരു കുഴപ്പക്കാരി ഉണ്ടെന്ന് അച്ഛന് വ്യക്തമായിരുന്നു. അച്ഛൻ്റേത് ഒരു കൃത്യമായ തന്ത്രമായിരുന്നു. അവള് മുട്ടിന് ആത്മീയതയും പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ച് നടന്നപ്പോ നമ്മളില്ലാത്ത ശത്രുവിനെതിരെ യുദ്ധം ചെയ്യായിരുന്നു. പക്ഷേ അവസാനം അവളുടെ യഥാർത്ഥ മുഖം നമ്മൾ കണ്ടു. അജുവേട്ടാ, അവളെ കോടതിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. അവക്കുള്ള ശിക്ഷ നമ്മൾ കൊടുക്കണം. പാടില്ല. നമുക്ക് ആരെയും ശിക്ഷിക്കാൻ അവകാശമില്ല. ശിക്ഷ നിയമം കൊടുത്തോളൂ. കുറെ ദിവസമായി ചുറ്റും നടക്കുന്നതൊക്കെ ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നത്. അജുവേട്ടാ, ഇന്ന് എന്തൊക്കെയാ നടന്ന്? അച്ഛമ്മയുടെ വരവും ഇവിടെ നടന്ന ബഹളവും ഇറങ്ങിപ്പോക്കും. എവിടെയായിരിക്കും അച്ഛമ്മ ഇപ്പോ? അമ്മ ആകെ പേടിച്ച് കിടക്ക. അമ്മ കാരണം അച്ഛമ്മ പോയെന്ന് അമ്മ പറയുന്നത്. അച്ഛമ്മ പോയത് മറ്റാരും കാരണമല്ല, അച്ഛമ്മ കാരണം തന്നെയാ. അതിലൊട്ടും കുറ്റബോധം വേണ്ട. ഈശ്വര, അച്ഛമ്മ നാളെ മടങ്ങി വന്നാൽ മതിയായിരുന്നു.